ഒരു ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഇസ്രായേൽ വ്യോമാക്രമണം ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ലെബനൻ പട്ടണത്തിന് നേർക്കായിരുന്നു ഇപ്പോൾ നടന്ന വ്യോമാക്രമണം. പടിഞ്ഞാറൻ ബെക്ക ജില്ലയിലെ ഐ അൽ തിനേഹ് എന്ന് പറയുന്ന പട്ടണത്തിന് സമീപം വലിയ രീതിയിലുള്ള ആക്രമണം ആണ് ഇസ്രായേൽ നടത്തിയത് എന്നാണ് ലെബനീസ് മാധ്യമങ്ങൾ പറയുന്നത്. ലിറ്റാനി നദിക്ക് വടക്ക് IDF വിവിധ പട്ടണങ്ങൾ കേന്ദ്രീകരിച്ച് വ്യോമാക്രമണം നടത്തുന്നതായിട്ടും വാർത്തകളുണ്ട്. ഒരു ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷമായിരുന്നു, കഴിഞ്ഞ ദിവസമായിരുന്നു അതിശക്തമായ ബോംബിങ് ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. 100ഓളം ജെറ്റുകളായിരുന്നു അതിൽ പങ്കെടുത്തിരുന്നത്. ഇപ്പോൾ ആ ഒരു ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ശക്തമായ ഒരു തിരിച്ചടി ഹിസ്ബുള്ള കേന്ദ്രങ്ങൾക്ക് ആണ് നൽകിയിരിക്കുന്നതാണ് വിവരം. ഏതായാലും IDFൻ്റെ ഭാഗത്തു നിന്ന് സ്ഥിരീകരണങ്ങൾ ഒന്നും തന്നെ ഈ ആക്രമണത്തെക്കുറിച്ച് ഉണ്ടായിട്ടില്ല. ഒരു ഇടവേളയ്ക്ക് ശേഷം ശക്തമായ ഒരു വ്യോമാക്രമണം ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്ന് വരുന്നു. ഒരുപക്ഷേ ഹിസ്ബുള്ളയുടെ ഭാഗത്തു നിന്ന് ഒരു തിരിച്ചടി ഉണ്ടാകുമോ എന്നൊരു ഭയത്തിലാണ് ലോകം. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.